ഇടുക്കി വണ്ടിപ്പെരിയാർ കൊലക്കേസിൽ നീതി ലഭിച്ചില്ലെന്ന ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം. പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന അർജുനെ കോടതി കുറ്റവിമുക്തനാക്കി 1 വർഷമായിട്ടും ഇരയുടെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ വാദം തുടങ്ങിയിട്ടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് നടപടികൾ വേഗത്തിലാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. 2021 ജൂൺ 30-നാണ് 6 വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. പ്രദേശവാസിയായ അർജുനെ പ്രതിയാക്കി പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചു. വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി അർജുനെ കുറ്റവിമുക്തനാക്കി. കേസ് നടത്തിപ്പിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. തുടർന്ന് ഇരയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയും നൽകി. അഭിഭാഷകരുടെ പേരടക്കം സർക്കാരിന് സമർപ്പിച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. പ്രതിഭാഗത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളെ കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതാണ്. ഞങ്ങൾക്കെതിരെ 6 കേസുകൾ നടക്കുന്നു. പ്രോസിക്യൂട്ടർ വെച്ച് തരാനായിട്ട് 1 വർഷം 10 മാസമായിട്ട് നമ്മൾ ഇതിന്റെ പറയുന്നുണ്ട്. എന്നിട്ടും ഒരു നടപടിയായിട്ടില്ല. പ്രോസിക്യൂട്ടറിനെ വയ്ക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തി. മുഖ്യമന്ത്രി കണ്ടു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പ്രോസിക്യൂട്ടർ വെച്ച് തരാമെന്ന് പറഞ്ഞു. 3 പേരുടെ പേര് അവർ തന്നെ ചോദിച്ചത്. 3 പേരുടെ പേര് നമ്മൾ തന്നെ കൊടുത്തത്. കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി കേസിൽ ഒരു പ്രതി ഇപ്പോഴും പുറത്തിറങ്ങി അവൻ ഫ്രീ ആയിട്ട് ഒരു കേസില്ലാതെ അവന്റെ ജോലി, അവന്റെ കാര്യങ്ങൾ അവന് സന്തോഷമായിട്ട് നടക്കുക. ഇപ്പോഴും ഞങ്ങൾ ദുഃഖത്തിലാണ്. പ്രതിയാക്കപ്പെട്ടയാളുടെ രാഷ്ട്രീയ ബന്ധവും പോലീസിന്റെ വീഴ്ചയും കേസിനെ സ്വാധീനിച്ചെന്നാരോപിച്ച് വിവിധ സംഘടനകളുടെ പ്രതിഷേധവും ഉയർന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ TD സുനിൽകുമാറിനെ സസ്പെൻഡും ചെയ്തു. പോലീസിന്റെ വീഴ്ച മൂലമാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കുടുംബം ആവർത്തിച്ചു പറയുമ്പോഴും നിജസ്ഥിതി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി നീതി ലഭിക്കുമെന്ന കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കാണ് സർക്കാർ നിലപാട് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. മീഡിയ 1 ഇടുക്കി.